ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കാണിത്. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്താണ് ഈ പാർക്കുള്ളത്. ഇത് അവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ടിക്കറ്റിൻ്റെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ ബസ് ഉണ്ട്, നടന്ന് വേണമെങ്കിൽ നമുക്ക് നടന്ന് പോവാം. അല്ലെങ്കിൽ ബസ് ഉണ്ടെങ്കിൽ ബസ്സിൻ്റെ ചാർജും കൂടി നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതാക്കുക വെച്ചാൽ ബസ് ഓരോ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് കണ്ടിട്ട് പോവാം. അത് തീരെ വയ്യാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബസ്സിൽ പോവും നല്ലത്. നമ്മൾ ഈ നടന്ന് പോകുമ്പോഴാണ് നമുക്ക് ഫുള്ള് കാര്യങ്ങൾ ഇങ്ങനെ കാണാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറച്ചുണ്ട് കേട്ടോ നടക്കാൻ. ഇത് മൊത്തം 336 ഏക്കറിലാണ് ഈ മൃഗശാല ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. മെല്ലെ മെല്ലെ നമ്മൾ കണ്ടിട്ടാണ് പോകേണ്ടതുണ്ടെങ്കിൽ നമുക്കൊരു ദിവസമൊക്കെ ഫുള്ളായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഇതവിടെ ആ ഗാർഡനിൽ എഴുതി വെച്ചേക്കണത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് അങ്ങനെ അവർ എഴുതി വെച്ചേക്കണതാണിത്. കുറേ മൃഗങ്ങളെന്ന് പറയാനില്ല, മൃഗങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് നാളെല്ലാം ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ചെറിയ പിള്ളേർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വെച്ചെങ്കിൽ നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ മൃഗങ്ങളുടെ അവിടെ അവർ അതിൻ്റെ സ്പീഷീസ് കാര്യങ്ങൾ, വെയിറ്റ് കാര്യങ്ങൾ, എത്ര വർഷം ജീവിക്കും ആ കാര്യങ്ങളൊക്കെ അവർ ബോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചുണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്. എന്നാലും നമ്മൾ മെല്ലെ മെല്ലെ നടക്കുക വെച്ചെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറേ ബേർഡ്സിനെയും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അവർ ശരിക്കും കാട്ടിൽ തന്നെ ജീവിക്കണ പോലെയായിട്ട് നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിലും അവർക്ക് അത്യാവശ്യം പറന്ന് കളിക്കാനും കാര്യങ്ങളുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ മൃഗശാലയിലും കാര്യങ്ങളൊക്കെ പോയി കൂട്ടിലായിട്ടല്ല മൃഗങ്ങളെ കാണുന്നത്. ഇപ്പം അങ്ങനെയല്ല, അവരുടെ തന്നെ ഒരു ആവാസ വ്യവസ്ഥ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് എല്ലാ ഇതിനും ഇട്ടേക്കണം, മൃഗങ്ങളെ ഇട്ടേക്കണത്. ഇത് പിന്നെ മയിലാണ്, അതിൻ്റെ ഉള്ളിൽ 2-3 മയിലുകളുണ്ട്. അപ്പം നമ്മൾ പോയപ്പോൾ ഒരു മയിൽ അവിടെ പീലി വിടർത്തിയിട്ട് നിൽക്കുന്നുണ്ട്. അതിനെയാണ് അച്ഛന്മാരൊക്കെ നോക്കണത്. അത് നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഫോട്ടോയിൽ കാണില്ല. ഒരു മരത്തിൻ്റെ ആ സൈഡിലായിട്ടാണ് അത് പീലി വിടർത്തിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അതിനെ കണ്ടു. 2-3 മയിലുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയിലുകൾക്കൊക്കെ കുറേ നടക്കാനുള്ള സ്പേഷ്യസ് ഉണ്ട് അവിടെ. പിന്നെ മുകളിൽ നെറ്റ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ പറന്ന് പോകാൻ പറ്റില്ല. നെറ്റിൻ്റെ ഉള്ളിലാണ് അവർ. അതിന് കുറേ സ്ഥലങ്ങളായിട്ട് അവർക്ക് അവരുടെ ഒരു ആവാസ വ്യവസ്ഥ പോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഉണ്ട്. ആച്ചു പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൃഗശാല, അങ്ങനെ സൂക്കൊക്കെ ആദ്യമായിട്ടാണ് പോകണത്. അവിടെ ഇതുവരെ പോയിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ മൃഗങ്ങൾ ഇതിനൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെ ഒരു മയിൽ ഞാൻ പറഞ്ഞില്ല പീലി വിടർത്തിയിട്ടുണ്ടായിരുന്നേ, അതിനെയാണ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ നമ്മൾ നടക്കുകയാണ്. മെല്ലെ മെല്ലെ കുറേ ഏരിയ ഉണ്ട്. ഇത് പിന്നെന്തോ ഒരു കാട്ടുമാനാണ് കേട്ടോ. ആ കാട്ടുമാനും കുറേ ഉണ്ട് കേട്ടോ അവിടെ. ഇത് ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു അടുത്തൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആ സൈഡിൽ കൂടെ നടക്കുമ്പോഴായാലും നമുക്ക് ഇതിനൊക്കെ കാണാം. കുറേ ഉണ്ട്, കുറേ കാട്ടുമാനൊക്കെ ഉണ്ട്.
അവരവിടെ പിന്നെ സ്ലോപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം കുറേശ്ശെ ഉണ്ട്. പക്ഷെ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ. മഴക്കാലമായിട്ടും പിന്നെ അധികം മഴയൊന്നും കിട്ടാത്ത കാരണം അത്രയ്ക്കും വെള്ളം ഇല്ല അവിടെ. ഉണ്ണീനെ പിന്നെ കുറച്ച് നേരം നടക്കും, കുറച്ച് നേരം എടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അവളും അങ്ങനെ കരയും കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. അത്രയും ദൂരം നടക്കാനുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ നടന്നു. പിന്നെ കുറച്ചൊക്കെ അവൾ എടുക്കും. പിന്നെ നമ്മൾ ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പുകൾ കേട്ടോ. ഓരോ വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നു പറഞ്ഞില്ല, ഇങ്ങനെ ഓരോന്നും അവിടെ ഇവിടെ ഇതൊക്കെ ഉണ്ട്. അവിടെയാണ് ആ ബസ് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ വീണ്ടും ബസ് വരുമ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോവാം. ബസ്സിൻ്റെ ഓപ്ഷൻ എടുത്ത ആൾക്കാർക്ക് കേട്ടോ. ഞാൻ പിന്നെ എല്ലാ മൃഗങ്ങളും എല്ലാതൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇവിടെ കടുവ ഉണ്ട് കേട്ടോ. ആ ഒരു പുല്ലിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കടുവ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും ദൂരത്തിൽ എടുക്കുന്ന കാരണമാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. കടുവേനെ നമ്മൾ അത്രയും ലോങ്ങിൽ എടുക്കണോണ്ട് നമുക്കധികം കാണാനില്ല. കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നമ്മൾ കുറേ നേരം നോക്കി നിന്നോട്ടാ കടുവേനെ. നല്ല വലിയൊരു കടുവയാണ്. കണ്ടപ്പോൾ ഒന്നിന് സൂം ചെയ്തപ്പോൾ നമുക്ക് കുറച്ചൊന്നും കാണാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കടുവ. ഇത് പിന്നെ ഇമ്മുവാണ്. ഇമ്മു കുറേ കാണാനുണ്ട്. ഇങ്ങനെ ഒരു ബോർഡ് എല്ലാ പക്ഷികളുടെ അവിടെയും വെച്ചിട്ടുണ്ടാവും. എവിടെയാണ് കാണുക, അവിടെ സ്പീഷീസ് ഏതാണ്, വെയിറ്റ് കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ബോർഡ് അവിടെ ഉണ്ട്. കുറേ ഇമ്മുകളുണ്ട് കേട്ടോ. കുറേ പക്ഷികൾ നമുക്ക് അവിടെ കാണാം. ഇതവിടെ കഴിയാറായിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോഴാണ് ഇത്. പിന്നെ ഒട്ടകപ്പക്ഷി ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഒട്ടകപ്പക്ഷീനും കാണാൻ പറ്റും. ആ ഒരു വെള്ളം പോണ സ്ഥലത്ത് ഹിപ്പോപ്പൊട്ടാമസ് 2-3 ഹിപ്പോപ്പൊട്ടാമസ് അവിടെ കുളിക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ചിന് നാൾ കഴിഞ്ഞാൽ കുറച്ചിന് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഇത് പെട്ടെന്നല്ല ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു വേഗം ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. എന്നാലും നമ്മൾ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആവും. പിന്നെ നമ്മളിങ്ങനെ കുറേ നടക്കുകയെന്ന് വെച്ചെങ്കിലും ഓരോ ബസ് നിർത്തുന്ന സ്ഥലത്തും ഫുഡ് കോർട്ട് പോലെ ഉണ്ട്. അപ്പോൾ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. നമ്മളിതിപ്പോൾ ലാസ്റ്റ് അവിടെ എത്തിയപ്പോഴാണ് ബസ് കാത്തുക്കുമ്പോൾ ഇത് കണ്ട. അവിടെ നിൽക്കുമ്പോഴാണ് ആച്ചു ഇതൊക്കെ കണ്ടത്. അപ്പോഴാണ് ആച്ചുവിന് ഐസ്ക്രീം അതൊക്കെ വേണമെന്ന് വേണ്ട അതൊക്കെ മേടിച്ച് കൊടുത്തത്. ഇത് നമ്മൾ ലാസ്റ്റ് എത്തി. ഇവിടുന്ന് നമുക്ക് റിട്ടേൺ ബസ്സിന് പോവാം. ബസ് അല്ലെങ്കിൽ അവരുടെ വാൻ എന്തെങ്കിലും വരും, അതിൽ നമുക്ക് താഴത്തേക്ക് പോകാൻ പറ്റും.